ഹലോ ഫിദ മാഡം, അച്ഛൻ കണ്ണു തുറന്നു. അച്ഛൻ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനാണെന്ന് മനസ്സിലായി. അച്ഛൻ ചിരിച്ചു. ആ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഫിദ മാഡത്തിനോട് പ്രത്യേകം നന്ദി പറയണമെന്നും പറഞ്ഞു. ശരി. ഫിദ മാഡം ഏർപ്പാട് ചെയ്ത ഡോക്ടർ വന്നോണ്ടാ ഇപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായത്. എനിക്ക് ഫിദ മാഡത്തിനോട് സ്നേഹം നിത്യേന കൂടി വരിക. ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കില്ല. എന്തു പറ്റി? ഫിദ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളാ വിളിക്കുന്നത്. ഹലോ മാഡം, ഫിദ മാഡത്തിന് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ല, ഞാനിപ്പോ ഫിദ മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡത്തിന്റെ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നി. ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അല്ല, അച്ഛൻ കണ്ണു തുറന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ മൂളി കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തു വെച്ച് മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നങ്ങൾ എപ്പോ വേണമെങ്കിലും ഉണ്ടാവാലോ. അത് ആരിൽ നിന്ന് വരാലോ. ചിലർക്കത് നിസ്സാരമായിരിക്കും, ചിലർക്കത് താങ്ങാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്നാ ശരി മോളെ. എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ രണ്ടാളും ഇങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് ഫിദ മാഡത്തിനൊന്ന് കണ്ടേ പറ്റൂ. മഹേഷ് പറഞ്ഞ ആൾക്കാരല്ലേ? അതെ മേഡം. ഇന്ന് പാതിരാത്രിക്ക് നിങ്ങൾ കണിമംഗലത്തെത്തണം. വാതില് ഞാൻ തുറന്നിടാം. മുഖം മൂടി ധരിച്ചു വേണം നിങ്ങൾ അകത്തേക്ക് കയറാൻ. അകത്ത് ഞാനുണ്ടാവും. മുറിയിലേക്ക് വന്ന് എന്നെ കൂട്ടണം. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാല് ഒരു ഓഫീസ് മുറി ഉണ്ടാവും. കണിമംഗലത്ത് അവിടെ മാത്രമേ CCTV ഉള്ളൂ. ആ ക്യാമറയുടെ മുന്നിലെത്തുമ്പോ എന്നെ നിങ്ങൾ ബോധം കെടുത്തിക്കൊണ്ട് പോകുന്ന പോലെ പോണം. ഇതാണ് പ്ലാൻ. അല്ല മേഡം, സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നടത്തണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്ത പറഞ്ഞ സംഖ്യ ഞാൻ തന്നിരിക്കും. പറ്റൂ നിങ്ങളെ കൊണ്ട്? മേഡം പേടിക്കണ്ട. എല്ലാരും കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് മേഡം. പിന്നെ മേഡം കൂടെ നിൽക്കുകയല്ലേ, പിന്നെന്താ പറ്റാത്തത്? ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും മേഡം? തന്റെ ഭാവിയും ഭൂതൊന്നും നോക്കൽ എന്റെ ജോലിയല്ല. റിസ്ക് ഉണ്ട്. റിസ്കിനുള്ള പണവും തരുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ നോക്കിക്കോളാം. അയ്യോ, അവൻ ചുമ്മാ ഓരോന്ന് ചോദിക്കുന്നതാ മേഡം. ഞങ്ങൾ കൃത്യമായിട്ട് പണിയെടുത്തോളാം. പിന്നെ നിങ്ങളുടെ ഫോണുകളൊക്കെ സൈലന്റിലായിരിക്കണം. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമേ ആ സമയത്ത് ഫോണുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? മനസ്സിലായി മേഡം. എങ്കിൽ രാത്രി ഒരു 12 മണിയാവുമ്പോ കണിമംഗലത്ത് ഗേറ്റിന്റെ മുന്നിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ ഞാനിതൊക്കെ ആർക്കൊരുക്കി വെക്കാനാ? ഞാൻ പോയിട്ട് കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ട് പത്രക്കാരെന്നോട് ചോദിക്കുമല്ലോ, എന്താ പ്രിയങ്കയുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന്. അപ്പൊ ഞാൻ പറയും, അതൊരൊറ്റ ആളാ, അതെന്റെ മുത്തശ്ശിയാന്ന്. എന്നിട്ട് മുത്തശ്ശി എനിക്ക് ഉണ്ടാക്കി തരാറുള്ള പലഹാരങ്ങളും അതിന്റെ കൂട്ടമൊക്കെ എല്ലാരോടും ഒന്ന് പറയണം. സംഗതി അങ്ങ് വൈറലാവട്ടെ മുത്തശ്ശി. അപ്പൊ പിന്നെ ഈ പത്രക്കാരൊക്കെ ആരെ തേടി വരും? മുത്തശ്ശിയെ തേടി വരും. പിന്നെ ഈ പ്രായത്തിൽ ഇനി എന്നെ തേടി പത്രക്കാരൊക്കെ വരാനിരിക്കല്ലേ? ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുമോളെ.
ആ മോളെ, നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമല്ലേ? ഒന്നും പേടിക്കണ്ട, കൃത്യമായിട്ട് നടക്കും. കണിമംഗലത്തെ മരുമകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്ത നാളെ രാവിലെ എല്ലാവരും അറിയും. പോലീസുകാരും കണിമംഗലത്തുകാരും എല്ലായിടത്തും അലയും. ആ സമയത്തിനുള്ളിൽ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂള് കഴിയും. ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തും. അങ്ങനെ വരുമ്പോ ഷേ, അങ്ങനെ അങ്ങ് ഓടി വരാൻ പറ്റുമോ മുത്തശ്ശി? എന്നെ തട്ടിക്കൊണ്ടുപോയവരോട് ഫൈറ്റ് ചെയ്തിട്ട് ഒട്ടും വയ്യാതായിട്ട് വല്ല റോഡിലോ കലിങ്ങിലോ എന്നെ ആരെങ്കിലും കണ്ടെത്തുന്ന രീതിയില്. അതെ, ഇതേതാണ്ട് സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊരു സിനിമാ താരാവാൻ നടക്കുകയല്ലേ മുത്തശ്ശി. അപ്പൊ ഒരു കഥയുണ്ടാക്കുമ്പോ ഒരു സിനിമാ ടച്ചൊക്കെ വേണ്ടേ? ആൾക്കാരെ വിശ്വസിക്കണ്ടേ? ആ മോള് കഴിക്കും. അതെ മുത്തശ്ശി, എന്നാലും പോകുമ്പോ എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. ആ രാധികയുടെ കാര്യം. ആ അത് നീ പേടിക്കണ്ട മോളെ. നീ തിരിച്ചെത്തുന്നത് വരെ അവളും അവനും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിപ്പോ നിന്റെ അച്ഛൻ അനുഗ്രഹിച്ചാലും ശരി, ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ശരി, അവര് തമ്മിൽ ഒരുമിക്കാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല.